ഹലോ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ജബൽ ഷംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൗണ്ടെയിൻ ഹില്ലി ഏരിയയിലേക്കാണ്. ഈ പ്ലേസ് വരുന്നത് എവിടെ വിചാരിച്ചാൽ അൽഹംറ എന്ന് പറയുന്ന ഒരു ടൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു മൗണ്ടെയിൻ എന്ന് പറയുന്നത് ഒമാനിലേക്ക് വെച്ചിട്ട് ഹയസ്റ്റ് മൗണ്ടെയിൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇതൊരു ജബൽ അക്തർ എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ ഉണ്ട്, അതിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു ജബൽ ഷംസ് എന്ന് പറയുന്ന ഒരു ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജബൽ ഷംസ് ബിക്കോസ് ഇറ്റ് ഈസ് ദി ഫസ്റ്റ് പ്ലേസ് ടു റിസീവ് സൺറൈസ് ഇൻ ഒമാൻ ഡ്യൂ ടു ഹൈ പീക്ക്. In summer the temperature is around 20 degrees Celsius and in winter it drops to less than 0 degrees Celsius. അതുപോലെ തന്നെ ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് ഒരുപാട് ആൾക്കാർ നൈറ്റൊക്കെ സൺറൈസ് മോർണിംഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സൺറൈസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ടെൻ്റൊക്കെ അടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പോയതൊരു വൈകുന്നേരം സൺസെറ്റിൻ്റെ സമയമാകുമ്പോൾ നമ്മളവിടെ എത്തിയേ. അപ്പോൾ ആ ഒരു വ്യൂ നമുക്ക് നല്ല വൃത്തിക്ക് കാണാൻ വേണ്ടി പറ്റീനി. ഈ വീഡിയോൻ്റെ അവസാനം സൺസെറ്റിൻ്റെ ഒരു വീഡിയോ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്തായാലും നോക്കുക. ഇത് ഞാൻ ജസ്റ്റ് പോകുന്ന വഴിയൊന്നും എടുത്തത് മാത്രമാണ്. ഫുള്ളി നല്ല ഹില്ലി ഏരിയ ആണ്, ഓഫ് റോഡ് ആണ്. അതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് 4 വീലറൊക്കെ ആണെങ്കിൽ മാത്രമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് എൻഡിലേക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല 4 വീലർ അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഹാഫ് വരെ പോയതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് ഓഫ് റോഡായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ടായിരുന്നു നമ്മൾ സൺസെറ്റ് കണ്ടത്. സാധാ നോർമൽ കാറ് കൊണ്ട് നമുക്ക് സൺസെറ്റും ഒക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഓഫ് റോഡ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകാം. അത് രാത്രിയിൽ പോകുമ്പോൾ മാത്രമാണ് പ്രശ്നം, റിസ്ക് എടുത്ത് പോകേണ്ടി വരും. ഏറ്റവും നല്ലത് സാധാ കാർ എടുത്ത് പോയാൽ തന്നെ നമുക്ക് നല്ലൊരു പ്ലേസിൽ വണ്ടി പാർക്ക് ചെയ്ത് നല്ല സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ പറ്റുന്ന പ്ലേസ് ഉണ്ട്. അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ, ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളും ഉണ്ട്. ഓഫ് റോഡ് 4 വീലർ വണ്ടികളും കൂടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളോട്ട് പോകുന്തോറും നല്ലൊരു കേവൊക്കെ ഉണ്ട്. നല്ല 100 അടി താഴ്ചയിലൊക്കെ ഉള്ള നല്ല കേവുകളൊക്കെ ഉണ്ടെന്ന് അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ മാത്രമല്ല നൈറ്റാവാൻ നമ്മൾ വൈകുന്നേരമാണ് പോയത്. അപ്പോൾ നൈറ്റ് ഇരുട്ടാവുന്നതിന് മുന്നേ നമ്മൾ തിരിച്ചു വരാമെന്നുള്ള പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് റിസ്ക് എടുത്ത് പോകാൻ നിന്നിട്ടില്ല. ഇവിടെ ഇതേപോലത്തെ ഒരു പ്ലേസിൽ വെച്ചിട്ട് നല്ല സൺസെറ്റ് കാണാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നല്ലൊരു വ്യൂ തന്നെയാണ് വെച്ചാൽ നമ്മൾ ഒമാനിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണേണ്ട നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇത്. ആർക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണ്. ആ സൺസെറ്റ് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ആസ്വദിച്ച് നമ്മളവിടെ നിന്ന് പോകും. ടെൻ്റൊക്കെ അടിച്ച് നിൽക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഫ്രണ്ട്സൊക്കെ ആയി പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണിത്. ഫ്രണ്ട്സും ഫാമിലി ആയിട്ടും ഒക്കെ പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണിത്. അതാ നോക്കൂ, ഇതാണ് സൺസെറ്റിൻ്റെ കാഴ്ചകൾ. നമ്മൾ അവിടെ നിന്ന് നല്ല ആകാശത്തിലെ പല നിറങ്ങൾ നമുക്ക് അവിടെ വെച്ച് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് നമുക്ക്. അങ്ങനെ സൺസെറ്റും കണ്ട് നമ്മൾ തിരിച്ച് മലയിറങ്ങലായി. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.